സ്റ്റേഡിയം കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇന്റർനാഷണൽ മാച്ച് നടത്തുന്ന രീതിയിലേക്ക് ഉയർത്തും. ഒരു ഡൗട്ട് ആ കാര്യത്തിനകത്ത് വേണ്ട. അത് എത്രയും പെട്ടെന്ന്. അതെ, നമ്മൾ 70 കോടി രൂപ കേരളത്തിലെ ഒരു സ്റ്റേഡിയത്തിന് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഫിഫ റാങ്കിങ്ങിലുള്ള ഇന്റർനാഷണൽ സ്റ്റേഡിയം ആക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തോന്നുന്നത് അതിനേക്കാളും കൂടുതലാവും എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ പണികൾ ഇവിടെയുണ്ട്. കാരണം എന്തുകൊണ്ടാ? സ്ട്രെങ്തനിങ്. നമ്മൾ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ സ്ട്രെങ്തനിങ് ചെയ്യണം. ഇത് 25 വർഷം പഴക്കമുള്ള സ്റ്റേഡിയമാണ്. പുതിയ റാങ്കിങ്ങിലേക്ക് ഉയർത്തണമെങ്കിൽ അതിന്റെ സ്ട്രെങ്തനിങ് നടത്തണം. നമ്മുടെ ഫെഡ്ലൈറ്റ്സ് എത്രയാ? ഫുൾ ലെവലിലേക്ക് ഉയർത്തണം. കാരണം എത്രയാ? 10-12 കോടി രൂപ സ്പെൻഡ് ചെയ്ത് വേണം ഫെഡ്ലൈറ്റ്സ് ഉയർത്താൻ വേണ്ടി. കാരണം ഫിഫയ്ക്ക് അതിന് ഓരോ ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയയിലേക്ക് ഉയർത്തണം. അടുത്തെന്ന് പറയുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി. നമുക്ക് സീറ്റിംഗ് കപ്പാസിറ്റി നമ്പർ ഇടാൻ പറ്റണം. എത്ര നമ്പർ ഉണ്ട് സീറ്റിംഗിൽ? നമുക്ക് തോന്നുന്ന പോലെ ആളെ കയറ്റാൻ കഴിയില്ല. എത്ര നമ്പറുള്ള സീറ്റിംഗ് ആയിരിക്കണം അത് നോക്കണം. ഇവാക്യുവേഷൻ പ്ലാൻ, അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കണം. ഫയർ, അതുപോലെ തന്നെ എല്ലാ പാർക്കിംഗ്, കോമ്പൗണ്ട് വാള്, 3 ലെയർ സെക്യൂരിറ്റി, ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ഫിഫ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം ഉണ്ടാവുള്ളൂ. ആ സ്റ്റേഡിയം ഉണ്ടാക്കണം. എനിക്കിപ്പോ കരാർ തന്നിരിക്കുന്നത് എങ്ങനെയാന്ന് പറയാം. എനിക്ക് എന്നെ സ്റ്റേഡിയം ഏൽപ്പിച്ചത് ഫിഫ വിൻഡോയിൽ നവംബറിലെ മാച്ച് നടത്താൻ വേണ്ടിയിട്ടാണ്. GCD അല്ല, SKF ആണ്, കേരള സ്പോർട്സ് കൌൺസിൽ. GCDയെ SKFന് ഹാൻഡ് ഓവർ ചെയ്തൊരു സ്റ്റേഡിയം. SKF ആണ് നമുക്ക് ഈ മാച്ച് നടത്താനുള്ള പെർമിഷൻ തന്നിരിക്കുന്നത്. SKF ആണ് ഈ മാച്ച് കണ്ടക്ട് ചെയ്യാൻ എടുക്കുന്ന ഏജൻസി. ആ ഏജൻസിയാണ് നമ്മൾ ഏൽപ്പിച്ചേക്കുന്നത്. ഞാൻ തന്നെയാണ്. അതെ. അതാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ധാരണയില്ല എന്ന് പറയട്ടെ? തിരക്കുണ്ട്. നിങ്ങൾക്ക് ധാരണയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചൂടാവുന്നതിനാ? ധാരണയില്ല അതന്നെ. കാരണം ഫിഫ അല്ല ധാരണ, അതാണ് പറയണത്. നിങ്ങൾക്ക് അല്ല, ഒരു മിനിറ്റ്. തീയതി തീരുമാനിക്കുന്ന അങ്ങനെയല്ല. അതാണ് ഞാൻ പറയുന്നത്. എന്താണെന്നറിയോ? ഫിഫ വിൻഡോയിലുള്ള സ്റ്റേഡിയത്തിന് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്, ടയർ 1 ഫോം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം, ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം എഴുതി കൊടുക്കും. കൊടുത്തതിന് ശേഷം അവരോട് നമ്മൾ ചോദിക്കും ഇന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. ആ കാര്യം പൂർത്തീകരിച്ച് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ആ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് അപ്രൂവൽ കിട്ടാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഈ വിൻഡോയ്ക്കുള്ളിൽ കിട്ടിയേനെ 1-2 ദിവസത്തെ താമസമേ ഉള്ളൂ. പക്ഷേ 20 ദിവസത്തിനുള്ളിൽ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കുണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ 2 AFCന്റെ ഒരു മീറ്റിംഗും ഫുട്ബോൾ ഫെഡറേഷന്റെ അമേരിക്കയിൽ 2 മീറ്റിംഗും പോയി. അത് 3 മീറ്റിംഗ് ഫിഫയ്ക്ക് കൂടാൻ കഴിച്ചിട്ടില്ല. അതിൽ ഒരു മീറ്റിംഗ്